അവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ആരുമില്ല. എന്തു പറയുന്നു നിന്റെ പ്രിയപ്പെട്ട അനിയത്തി വസു? അവക്ക് ഞങ്ങളെ ഡൗട്ട് ഉണ്ടോടി? അവക്ക് ഡൗട്ടില്ലെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് അവളെന്തിനാ അഭിയോട് പറഞ്ഞത്? ഇന്നലെ ജസ്റ്റ് മിസ്സായിരുന്നു. ഇല്ലെങ്കിൽ ഈ സമയത്ത് വസുവിന്റെ ആഘോഷം നടന്നു കഴിഞ്ഞനെ. അവളുടെ മോങ്ങിക്കൊണ്ടിരുന്നേനെ. പാവ ഇളയമ വളരെ കഷ്ടപ്പെട്ട പ്ലാൻ ചെയ്തേ. അഖിലാണെങ്കിൽ പോയിസൺ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു. കുന്തിരിക്കത്തിൽ ആ പോയിസൺ ഒഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിച്ച് അവൾക്ക് അബോഷനാവൂന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അതറിയാതെയാ നീ വസുവിന്റെ റൂമിലേക്ക് കുന്തിരിക്ക പുക കൊണ്ടുപോയത്. വസുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഒരുപാട് ഭാഗ്യമുള്ള പോലെയാ തോന്നുന്നേ. അതുകൊണ്ടാ വിഷപ്പുക ശ്വസിച്ചിട്ടും അതിനൊന്നും സംഭവിക്കാത്തത്. സോ അതിനിനിയും കുറച്ചു നാൾ കൂടി ആയുസുണ്ട്. അതിരിക്കട്ടെ, നിനക്ക് സംശയമൊന്നും തോന്നിയില്ലേ? ഉറപ്പായിട്ടും വരേണ്ടതാണല്ലോ. എന്നാ വസുവിനോട് പറയാൻ പറ്റില്ലല്ലേ? പറഞ്ഞാ ഞാൻ സ്വയം വെടിയേറ്റ് ചാവൂന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നീയും പിള്ളേരും അനാഥരായി പോകുന്ന പേടിച്ച് വസുവിനോടൊന്നും പറഞ്ഞില്ല. അങ്ങനെയല്ലേടി? ഏട്ടൻ ചെയ്യുന്ന കാര്യം മഹാപാപമാണ്. അമ്മയെ കൂടെ ഇതിനകത്ത് വലിച്ചയക്കാ നിങ്ങള്. എന്ത് പാവോടി? സ്വത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ തലയെഴുത്ത സ്വത്ത് മുഴുവൻ അവന്റെ പേരില. അഭിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാടി വളരെ ബുദ്ധിപൂർവം അവനെയും വസുവിനെയും പിള്ളേരെയൊക്കെ തിരിച്ചുകൊണ്ടുവന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുക. പറയും ഏട്ടൻ ചെയ്ത പാപങ്ങളൊക്കെ ഇനി അഭിമാനത്തോടെ പറയും. എന്റെ വാ കൊണ്ട് എങ്ങനെയായാലും ആ ദ്രോഹത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എല്ലാം ഏട്ടൻ തന്നെ പറഞ്ഞു. എന്താടി വീണ്ടും വീണ്ടും അത് കേൾക്കണമല്ലേ നിനക്ക്? എന്നാ പിന്നെ കേട്ടോ നീ. അഖിലും കാർത്തികയും ഇളയമ്മയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അഭിയുടെയും വസുവിന്റെയും മേൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി അമ്മയെ ഞങ്ങളുടെ വശത്തേക്ക് ആക്കും ഞങ്ങള്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് നിന്റെ വായും കയ്യും കെട്ടിയതുപോലെ വസുവിന് അബോഷനാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഈ മുഴുവൻ സ്വത്തുക്കൾക്കും അവകാശം ഇല്ലാതാക്കും ഞങ്ങള്. അബോഷനായ ശേഷം വസുവിനും അഭിക്കിടയിൽ വഴക്കുണ്ടാക്കിയിട്ട് വസുവിനെ ഉണ്ണിയും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അതിനുശേഷം അബി ഒരു മുഴുവൻ ഭ്രാന്തനാക്കി സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കും. അതിനുശേഷം അബിയെയും അവന്റെ മക്കളായ 2 പിള്ളേരെയും നടു റോഡിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്കൊട്ട് നാണോ ഇല്ലേ? സ്വത്തിനും പണത്തിനും വേണ്ടി മനുഷ്യൻ ഇത്രയും തരം താഴോ? വസു അബി എന്ത് പാപം ചെയ്തിട്ടാ? കൂടെ പിറപ്പിനെ പോലെ നിങ്ങളോട് സ്നേഹം കാണിച്ചതാണോ? അവര് ചെയ്ത തെറ്റ്. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് പരിഹാരമില്ല. മുകളിൽ ഒരു ഈശ്വരൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പാപത്തിനെല്ലാം ഉറപ്പായി ശിക്ഷ കിട്ടും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിന്റെ വായിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ. കൊല്ലേട്ടോ. ഏട്ടന് കല്യാണം കഴിച്ചത് എനിക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം. കൊല്ലേട്ടോ. കൊല്ലല്ലേ.
ഉടനെ ചാവാനുള്ളത് നീ അല്ലടി, വസുവിന്റെ വയറ്റിലുള്ള കുഞ്ഞാണ്. അത് ചത്തു കഴിഞ്ഞ് സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ പേരിലേക്ക് മാറുമ്പോ നിനക്ക് ധൈര്യമായിട്ട് മരിക്കാം. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഡ്രസ് റെഡിയാക്കി പോയി. പാവ ഇളയമ വളരെ കഷ്ടപ്പെട്ട പ്ലാൻ ചെയ്തേ. അഖിലാണെങ്കിൽ പോയിസൺ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്തു. കുന്തിരിക്കത്തിൽ ആ പോയിസൺ ഒഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിച്ച് അവക്ക് അബോഷനാവൂന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. അഖിലും കാർത്തികയും ഇളയമ്മയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അബിയുടെയും വസുവിന്റെയും മേൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി അമ്മയെ ഞങ്ങളുടെ വശത്തേക്ക് ആക്കും. ഞങ്ങള് വസുവിന് അബോഷനാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഈ മുഴുവൻ സ്വത്തുക്കൾക്കും അവകാശം ഇല്ലാതാക്കും ഞങ്ങള്. അബോഷനായ ശേഷം വസുവിനും അബിക്കിടയിൽ വഴക്കുണ്ടാക്കിയിട്ട് വസുവിനെ ഉണ്ണിയും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അതിനുശേഷം അബിയെ ഒരു മുഴുവൻ പ്രാന്തനാക്കി സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കും. അബിയെയും അവന്റെ മക്കളായ 2 പിള്ളേരെയും നടു റോഡിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. എന്താ മോളെ ടെൻഷൻ അടിച്ച് നടക്കുന്നേ? ടെൻഷൻ അല്ല, സൂയിസൈഡ് ചെയ്യാനാ തോന്നുന്നത്. അത്രയും വലിയ പ്രശ്നം എന്താ നിനക്ക്? ആവശ്യമില്ലാതെ കുന്തിരിക്കാൻ പോച്ച് എന്റെ സമാധാനം കെടുത്തിയില്ലേ. ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് അഖിലിന് ഡൗട്ടായി തുടങ്ങി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യണമെന്നാ പറയുന്നത്. അതിന് നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഹോസ്പിറ്റലിലേക്ക് പോയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് റീസൺ പറഞ്ഞു പോകാതിരിക്കും?
രാവിലെ എഴുന്നേറ്റ മുതല് നമ്മള് കള്ളം പറഞ്ഞല്ലേ നടക്കുന്നത്. ഏതെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അഖിലിനങ്ങ് മാനേജ് ചെയ്യേ. അഖിൽ എടുത്തി അഖിൽ എന്താ എടുത്തി? അഖിൽ എവിടെ? ഇപ്പോ പുറത്തേക്ക് പോവാൻ ഒരുങ്ങുക. വരുന്നുണ്ട്. എന്താ അമ്മേ? എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമോ? എന്താ അമ്മേ പറ്റിയത്? രാവിലെ മുതൽ നല്ല തലവേദനയാടാ. ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും കുറവൊന്നുമില്ല. ശരി അമ്മേ, ഞാനും കാർത്തിയും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുക. അമ്മയും കൂടെ വന്നോളൂ. നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? കാർത്തിയേക്ക് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി അമ്മേ. ചെക്കപ്പോ? അതേ എടുത്തി, അവള് പ്രഗ്നന്റ് ആയിരിക്കല്ലേ. ഓ, റെഗുലർ ചെക്കപ്പാണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് അഖിലേട്ടൻ കേൾക്കുന്നില്ല. അമ്മ തന്നെ പറഞ്ഞു കൊടുക്ക്. അങ്ങനെയല്ല കാർത്തിക, ഗർഭിണിയായിരിക്കുമ്പോ മാസം മാസമുള്ള ചെക്കപ്പും സ്കാനിങ്ങും എല്ലാം ചെയ്യണം. അത് മാത്രമല്ല, ഇന്നലെ കുന്തിരിക്കത്തിന്റെ പുക കൊണ്ടതുകൊണ്ട് എനിക്ക് കുറച്ച് സംശയമുണ്ട്. ഏതിനും നല്ലത് ഒരു പ്രാവശ്യം സ്കാൻ ചെയ്ത് നോക്കുന്നതാ. അമ്മേ, അമ്മ വേഗം പോയി റെഡി ആവാ. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് വരാം. ചെല്ലമ്മേ. കൊച്ചുമോനെ, ഞാനും കൂടി ആശുപത്രിയിൽ വരാടാ. നിങ്ങൾ എന്തിനാ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കും വയറ്റിൽ വേദന ഉണ്ടടാ. നിങ്ങളുടെ വാരി വലിച്ചുള്ള തീറ്റ കുറച്ചാ മതി. അതിന് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ലടാ, ഞാൻ വന്നാ എന്താ പ്രശ്നം? എന്റെ ടൈം മുഴുവനും വേസ്റ്റ് ആവും. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അമ്മയെ കാണിക്കണം, കാർത്തിയെ കാണിക്കണം, അതിന്റെ കൂടെ നിങ്ങളെ കൂടി കാണിക്കാനോ ഒരുപാട് സമയം എടുക്കുള്ളൂ അമ്മേ. അതുകൊണ്ടാണ് ഞാൻ വരണ്ടാന്ന് പറഞ്ഞത്. കൊച്ചുമോനെ, കൊച്ചുമോനെ, എനിക്ക് ശരിക്കും എന്തെങ്കിലും സംഭവിച്ചാ പോലും ഇവൻ തിരിഞ്ഞു നോക്കില്ലെന്നാ തോന്നേ. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എന്റെ പ്രശ്നം ആര് നോക്കും? നിന്റെ പ്രശ്നം നീ തന്നെ തീർത്തോണം. അവൻ എന്നോട് വരണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ ആന്റി. കള്ളത്തിന് ജനിച്ച കള്ളപ്പെണ്ണെ, നിനക്ക് ഞാൻ ഐഡിയ പറഞ്ഞു തരണോ? നീ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. പക്ഷെ സത്യം പുറത്തു വരാതെ മാനേജ് ചെയ്യണം. മാറി നിക്ക്, മാറി നിക്ക്. ആന്റി 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 എന്നെ കൈവിട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യും? സത്യം അറിഞ്ഞു കഴിയുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്നെ പാക്ക് ചെയ്ത് എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഭഗവാനെ, വസുവേട്ടത്തി ടെൻഷൻ ആകേണ്ടതിന് പകരം ഞാൻ എന്തിനിവിടെ ടെൻഷൻ ആകണം? വസുവിന് അബോഷനാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഈ മുഴുവൻ സ്വത്തുക്കൾക്കും അവകാശം ഇല്ലാതാക്കും ഞങ്ങള്. അബോഷനായ ശേഷം വസുവിനും അബിക്കിടയിൽ വഴക്കുണ്ടാക്കിയിട്ട് വസുവിനെ ഉണ്ണിയും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. അബിയെയും അവന്റെ മക്കളായ 2 പിള്ളേരെയും നടു റോഡിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. വസുന്ധര, വസുന്ധര, എന്താ ഏട്ടാ? കുട്ടികളെ സ്കൂളിൽ വിട്ടോ? ആര്? കുട്ടികളെ അവര് പോയായിരുന്നു. എന്താ വല്ലാതിരിക്കുന്നേ? അത് താനിപ്പോഴും ആ ചിന്തയിൽ തന്നെയാണല്ലേ? തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ പറ്റിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചും അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലെന്ന്? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് പോലും കുട്ടികളെ കുറിച്ച് തന്നെയായിട്ടാ. പിറക്കാത്ത നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് തന്നെയാ. കുഞ്ഞിനിപ്പോ എന്താ പറ്റിയത്? അവൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുൻപേ എന്റെ വയറ്റിൽ വെച്ചിട്ട് തന്നെ കണ്ണടയ്ക്കുന്ന എന്റെ പേടി. വസുന്ധര, എന്തൊക്കെയാ പറയുന്നേ?
നമ്മുടെ കുഞ്ഞിനെ കൊന്നു കളയാനാ വിചാരിക്കുന്നത്. ആര്? ഭാസ്കരേട്ടനും അഖിലും കാർത്തികയും സുമംഗല ഇളയമ്മയും. ഈ കാര്യം അമ്മയ്ക്ക് വരെ അറിയാട്ടാ. എല്ലാരും ചേർന്ന് പ്ലാൻ ചെയ്ത എനിക്ക് അബോഷനാകാൻ വേണ്ടിട്ട് അവരോരോന്നൊക്കെ ചെയ്തോണ്ടിരിക്കുക. സ്റ്റോപ്പ് ഇറ്റ് വസുന്ധര. വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയരുത്. ഞാൻ കള്ളം പറയുന്നതല്ല. ഇന്നലെ സംഭവിച്ച കുന്തിരിക്കത്തിന്റെ വിഷയം പോലും അവര് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാ. തനിക്കെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആർ യു ഓക്കേ? വാട്ട് ആർ യു ടോക്കിംഗ്? അതെ, ആ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആയിരിക്കുക. വലിയ തെറ്റാ അവര് ചെയ്തോണ്ടിരിക്കുന്നത്. സ്വത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത മഹാപാപ അവര് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചതുപോലെ അതിനാ. ഒന്നും നിർത്തുന്നുണ്ടോ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്നെ വിശ്വസിക്കേട്ടാ. ഏട്ടനെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടിട്ട് വലിയ വലിയ പദ്ധതികൾ അവർ ചെയ്തോണ്ടിരിക്കുന്നത്. സ്വത്ത് മുഴുവൻ അവർക്ക് സ്വന്തമാകാൻ വേണ്ടിട്ട് അമ്മ, ഇളയമ്മ, ഭാസ്കരേട്ടൻ, അഖിൽ, കാർത്തികയും ചേർന്ന് ഏട്ടനെ ചതിച്ചുകൊണ്ടിരിക്കുക. വസുന്ധര, ഗർഭിണിയായിട്ട് നിൽക്കുന്ന നിന്നെ അടിച്ചു എന്ന ശാപം എനിക്ക് വേണ്ട. എന്റെ ഫാമിലിയെ കുറിച്ച് കുറ്റം പറയുന്നോ? അവരെ കുറിച്ച് നീ മോശമായിട്ട് പറയുന്നോ? അപ്പോ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അവരെ പുറത്താക്കണമെന്നാണോ? അവരാരുമല്ല എന്നെ തന്നെ പിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുവാ, ഇത്രയൊക്കെ പറഞ്ഞ നിന്നെ എനിക്കിനി ആവശ്യമില്ല. Get out of this house. എന്താ? Get out. പുറത്തേക്ക് പോടി. ഇറങ്ങാൻ. വസുന്ധര, കുട്ടികളെ സ്കൂളിൽ വിട്ടോ? പോയി ഏട്ടാ. ഓക്കെ, എന്റെ ഡ്രസ്സ് കൊണ്ടുവരൂ. ഹലോ, ഞാൻ ചോദിച്ചത് എന്റെ ഡ്രസ്സാണ്.
സാരിയല്ല. അയ്യോ സോറി ഏട്ടാ.